ഇന്ന് സെപ്റ്റംബർ 20, 11 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. എല്ലാ വെള്ളിയാഴ്ചകളിൽ ഇതുപോലെ ഇന്നും ഒരുപാട് സിനിമകൾ റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിൽ നിന്നും നേരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയ കലാഭവൻ ഷാജോൺ നായകനെ എത്തിയ CED രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന സിനിമ ഇന്ന് മനോരമ മാക്സിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഒരു ത്രില്ലർ സ്വഭാവമുള്ള രാമചന്ദ്രൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ പറയൂ. രണ്ടാമത്തേത് തെലുഗു ഭാഷയിൽ നിന്നും ഇന്ന് OTT റിലീസ് ചെയ്ത കോഫി എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഇനി ആ നായികവേഷത്തിലെത്തിയ സിനിമ ആഹാ തെലുഗു OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാണ്. മൂന്നാമത്തേത് ഇന്ന് ആമസോൺ പ്രൈമിലൂടെ OTT റിലീസ് ചെയ്ത തമിഴ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. തലൈ വെട്ടിയാൻ പാളയം എന്നാണ് സീരീസിന്റെ പേര്. ഈ സീരീസ് പഞ്ചായത്ത് എന്ന ഹിന്ദി സീരീസിന്റെ തമിഴ് റീമേക്ക് ആണ്. ഇന്ത്യൻ ഭാഷകളിൽ ഉൾപ്പെടെ ഇന്ന് ജിയോ സിനിമ OTT പ്ലാറ്റ്ഫോമിലൂടെ OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ വിദേശ സിനിമയാണ് ദി പെൻഗ്വിൻ. ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുഗു, മറാത്തി, ബംഗാളി, കന്നഡ, തെലുഗു ഭാഷകളിൽ സിനിമ ലഭ്യമാണ്. ഇന്ന് OTT റിലീസ് ചെയ്ത ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ ഏറ്റവും പുതിയ തെലുഗു സീരീസാണ് ദി മിസ്റ്ററി ഓഫ് മോഷ ഐലൻഡ്. ഈ തെലുഗു സീരീസ് തെലുഗു ഭാഷയ്ക്ക് പുറമെ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ ലഭ്യമാണ് എന്ന് പ്രത്യേകം അറിയിച്ചുകൊള്ളട്ടെ. അടുത്തത് തമിഴിൽ നിന്നും ഇന്ന് OTT റിലീസ് ചെയ്ത ഹൊറർ ത്രില്ലർ സിനിമയുടെ അപ്ഡേറ്റ് ആണ്. പേച്ചി എന്നാണ് സിനിമയുടെ പേര്. ചിത്രം ആഹാ തമിഴ് കൂടാതെ ആമസോൺ പ്രൈം തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകളിൽ തമിഴ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്ന് സെപ്റ്റംബർ 20 നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്ത ഏറ്റവും പുതിയ വിദേശ സിനിമയാണ് ഹിസ് 3 ഡോട്ടേഴ്സ്. ഈ വിദേശ സിനിമ ഇംഗ്ലീഷ്, തമിഴ്, തെലുഗു, ഹിന്ദി ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിൽ ലഭ്യമാണ്. 1 മണിക്കൂർ 44 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. ആഹാ OTT പ്ലാറ്റ്ഫോമിലൂടെ 2 സിനിമകൾ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് തമിഴിൽ നിന്നുള്ള സാല എന്ന സിനിമയാണ്. ചിത്രം ഇന്ന് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മറ്റൊന്ന് മാരുതി നഗർ സുബ്രഹ്മണ്യം എന്ന സിനിമയാണ്. തെലുഗു ഭാഷയിൽ സിനിമ ആഹാ OTT പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ ലഭ്യമാണ്. ഓണം റിലീസായിട്ട് മലയാളത്തിൽ നിന്നും കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്ത 4 മലയാളം സിനിമകളിൽ ഒന്നാണല്ലോ കൊണ്ടൽ. ആന്റണി വർഗീസ് നായകനെ എത്തിയ സിനിമയുടെ OTT അവകാശങ്ങൾ ആമസോൺ പ്രൈം അതല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോഫിയ പോളിന്റെ മുൻ 2 സിനിമകൾ നെറ്റ്ഫ്ലിക്സ് ആയിരുന്നു സ്വന്തമാക്കിയത്. ഇത്തവണ കൊണ്ടൽ എന്ന സിനിമ ആര് സ്വന്തമാക്കുമെന്ന് അടുത്ത ദിവസങ്ങളിൽ അറിയാം. സിനിമയുടെ OTT റിലീസ് ഒക്ടോബർ അവസാന വാരത്തോടെ പ്രതീക്ഷിക്കുന്നു. വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് 11ാമത്തെ അപ്ഡേറ്റ് മലയാളത്തിൽ നിന്നാണ്. ജയ് മഹേന്ദ്രൻ എന്ന സൈസുകുറുപ്പ് നായകനെ എത്തുന്ന സോണി ലിവിന്റെ ആദ്യ മലയാളം സീരീസ് ഒക്ടോബർ 11 OTT റിലീസ് ചെയ്യുന്നതാണ്. പാൻ ഇന്ത്യൻ ഭാഷകളിൽ സീരീസ് ലഭ്യമാകും.